വെൽക്കം ബാക്ക് ടു ഹോം ബുക്ക്. ഐ എം മിംഷ ഷെരീഫ്. ഇന്നും ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ക്രിയേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പ്ലാന്റ് പോട്ട് ടവറാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് 4 സൈസിലുള്ള പോട്ടുകളാണ് വേണ്ടത്. ഒന്ന് വലുത്, പിന്നെ അതിന് തൊട്ട് താഴെ ചെറുത്, അങ്ങനെ ആയിട്ട് ഒരു 4 പോട്ട്. പിന്നെ അതിന് ഉള്ളിൽ വെക്കാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പഴയ ടിന്നോ എന്തെങ്കിലും എടുക്കുക. ഞാനിവിടെ ഒരു പെയിൻറ്റിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിന് മുകളിലേക്കാണ് നമ്മൾ മറ്റുള്ള പോട്ടുകൾ വെച്ച് കൊടുക്കുന്നത്. സൺലൈറ്റ് നേരിട്ടടിക്കാത്ത ഒരു ഭാഗത്ത് വെച്ച് വേണം നമ്മളിത് സെറ്റ് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇതിലേക്ക് പുതിയൊരു പ്ലാന്റ് ആണല്ലോ വെക്കുന്നത്. പുതിയ പ്ലാന്റ് വെച്ച് തുടങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് ദിവസം വെയിലൊന്നും അടിക്കാത്ത ഒരു ഭാഗത്ത് ഇരുന്ന് അത് നന്നായി സെറ്റ് ചെയ്തിട്ട് വേണം പിന്നെ വെയിലിലോട്ട് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് കൂട്ടത്തിൽ വലിയ പോട്ട് എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഈ ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കുക. അതിന് ചുറ്റുമായിട്ടാണ് നമ്മൾ സോയിൽ ഇടാൻ പോകുന്നത്. മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂട്ടി മിക്സ് ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് 1/4 ഭാഗത്തോളം, ഈ ചട്ടിയുടെ 1/4 ഭാഗത്തോളം നമുക്ക് ഈ മണ്ണിട്ട് കൊടുക്കാം. ഇപ്പോൾ ആദ്യത്തെ പോട്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന് മുകളിലേക്കാണ് അടുത്ത ചട്ടി വെച്ച് കൊടുക്കേണ്ടത്. ഏറ്റവും അടിയിൽ വരുന്ന ഈ ചട്ടിയിൽ മാത്രമേ നമ്മൾ വേറൊരു ടിന്ന് ഇറക്കി വെച്ചിട്ടുള്ളൂ. അത് ഒന്നുകൂടെ സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനിയുള്ള പോട്ടുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല, നേരിട്ട് മണ്ണിട്ട് ബാക്കിയുള്ളത് വെക്കാവുന്നതാണ്. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ബാക്കി 2 പോട്ടുകളും വെച്ച് കൊടുക്കാം. ഏറ്റവും അടിയിൽ വലിയ പോട്ട് വെച്ചു. അതിന് തൊട്ട് ചെറിയ സൈസാണ് അതിന് മുകളിൽ വെച്ചത്. ഇങ്ങനെ ഏറ്റവും ടോപ്പിൽ വരുമ്പോഴേക്ക് ഈ 4 ചട്ടികളിലും ഏറ്റവും ചെറുതായിരിക്കണം ഏറ്റവും ടോപ്പിൽ നിൽക്കാൻ. അപ്പോൾ ഇതിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം.
നമുക്ക് നല്ല ഭംഗിയായി കട്ട് ചെയ്ത് കൊടുക്കാം. പ്രൂൺ ചെയ്ത് നിർത്തുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ട് പ്രൂൺ ചെയ്യാം. ചെടി വളരുന്നതിനനുസരിച്ച് ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് നല്ല ഭംഗിയായി വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത ക്രിയേഷനിലേക്ക് പോകാം. ഹാങ്ങിങ് പോട്ടിൽ നമ്മൾ ചെടി നേരെ വെക്കാറുണ്ട്. എന്നാൽ ഇത് തല കീഴേ ചെടി തൂക്കിയിട്ടാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാമേ. ഇതിനായിട്ട് ഒരു ഐസ്ക്രീം ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലായിരുന്നു ഇത്. ഈ ബോട്ടിൽ ഞാൻ പെയിൻ്റ് അടിച്ചു. അത് ഇനാമിൽ പെയിൻ്റ് അടിച്ചിട്ടുള്ളത്, മുഴുവനായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ചുറ്റുഭാഗത്തും ആയിട്ട് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോപ്പിന് മുകളിലും അതുപോലെ താഴെയുമായിട്ട് കുറച്ച് വലിയൊരു ഹോള് ഇട്ടിട്ടുണ്ട്. അത് വല്ല കത്തി വെച്ചോ മറ്റോ റൗണ്ടായിട്ട് നമുക്ക് ഹോൾ ഈസി ആയിട്ട് തന്നെ ഹോൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ ടോപ്പും ബോട്ടിലും കൂടെ കെട്ടി വെക്കാനായിട്ട് കേബിൾ ടൈ ആണ് യൂസ് ചെയ്തത്. ഇതുപോലെ ഒരു വലയുടെ കഷ്ണം എടുക്കുക. നമ്മൾ കിണറിനൊക്കെ ഇടുന്ന നെറ്റ് ഉണ്ടല്ലോ, അതായാലും മതി. അതെടുത്തിട്ട് ഇതുപോലെ ഒരു ലിറ്ററിൻ്റെ പെയിൻറ്റ് ബോട്ടിലുകൾ അതുപോലെ ഫുഡ് കണ്ടെയ്നറുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈ മെത്തേഡ് ഉപയോഗിച്ച് റിവേഴ്സ് ഹാങ്ങിങ് ബോട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.